അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. തർബിയ മീഡിയയിലൂടെ സംരക്ഷണം ചെയ്യുന്ന ഒരുപാട് അറിവുകൾ, ആ അറിവുകൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പഠിക്കുന്നതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും നേർന്ന പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിലെ നിർബന്ധമായ കുളി എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ്. ശുദ്ധീകരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇസ്ലാമിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. നിസ്കരിക്കണമെങ്കിൽ wudu എടുക്കണം. അതുപോലെ തന്നെ ഫർളായ ഒരുപാട് കുളികളുണ്ട്. ആ കുളികളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുമ്പോൾ മാത്രമാണ് നമ്മളെ ഇബാദത്തുകളൊക്കെ അല്ലാഹു സ്വീകരിക്കപ്പെടുകയുള്ളൂ. വൃത്തിയില്ലാത്തൊരു ജീവിതം, ആ ജീവിതം പരിശുദ്ധ ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ഈമാനിന്റെ വിശ്വാസത്തിന്റെ പാതിയാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. അത്തഹൂറു നിസ്ഫുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് അല്ലെങ്കിൽ ഈമാനിന്റെ ഭാഗമാണ് എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ വൃത്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് wudu എടുക്കുക എന്നുള്ളത്. ചെറിയ അശുദ്ധി ഉണ്ടായാൽ അവൻ wudu എടുത്താലേ അവന് ശുദ്ധിയാവുകയുള്ളൂ എന്നും, വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിച്ചാൽ മാത്രമാണ് അവൻ വൃത്തിയാവുകയുള്ളൂ എന്നും, ആരാധനകളുമായി മുഴുകാൻ, ആരാധനകളുമായി ബന്ധപ്പെടാൻ അവനിക്ക് ഈ ശുദ്ധീകരണം നിർബന്ധമാണ് എന്ന് നമ്മളെ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ന്യൂ ജനറേഷൻ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മരുമക്കൾക്ക്, അതുപോലെ തന്നെ ചെറുപ്പക്കാരായ ആളുകൾക്ക് കുളിക്കാനും വൃത്തിയാക്കാനും അറിയോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. മദ്രസയിൽ കേവലം 6 വരെയോ 7 വരെയൊക്കെ പഠിക്കുന്ന കാലത്ത് ആ കുളിയെക്കുറിച്ച് നാം ചിന്തിക്കുകയില്ല. ആ കുളിയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ ഉണ്ടാകുന്നത് ചെറുപ്രായത്തിലാണ്, ചെറുപ്പക്കാരനാകുമ്പോഴാണ്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാലാണ്. അതൊക്കെ കൃത്യമായിട്ട് മദ്രസയിൽ മനസ്സിലാക്കിയവർ, അല്ലെങ്കിൽ തുടർന്ന് പരിശുദ്ധ ദീനിൽ അടിയുറച്ചു നിന്ന് ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കുമാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുക. എത്ര ദമ്പതിമാരുണ്ടാകും കുളി അറിയാത്തവർ, എത്ര വിവാഹം കഴിഞ്ഞ ചെറുപ്പക്കാരുണ്ടാവും കുളി അറിയാത്തവർ, കുളിക്കാനറിയാത്തവർ. ആ കുളിക്കാനറിയാതെ അവൻ പള്ളിയിൽ പ്രവേശിച്ചാൽ അത് ഹറാമാണ്, ഖുർആൻ തൊട്ടാൽ അത് ഹറാമാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ കുളി ശരിയായില്ലെങ്കിൽ അത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ നമുക്കറിയാം. ആ വലിയ അശുദ്ധി എന്ന് പറയുന്നത് കുളിക്കാൻ ഉള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ആദ്യമായിട്ട് കാരണങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്. ഒരാൾക്ക് കുളി നിർബന്ധമാകുന്ന കാരണമെന്ന് പറയുന്നത്, ഒന്നാമതായി ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നത് ഇന്ദ്രിയം പുറപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ അറബിയിൽ മനി എന്ന് പറയും. ആ ഇന്ദ്രിയം പുറപ്പെടുന്ന സമയത്ത്, ഇന്ദ്രിയം പുറപ്പെട്ടാൽ അത് പുരുഷന്മാര് സ്ഖലനമുണ്ടാകുക എന്ന് പറയും. ആ സ്ഖലനമുണ്ടാകുമ്പോൾ ഇന്ദ്രിയം പുറപ്പെടുമ്പോഴാണ് കുളി നിർബന്ധമാകുന്നത്. അതൊരു കാരണമാണ്. അത് ഏത് രീതിയിലാകാം, അത് ആ രീതിയിൽ ഇന്ദ്രിയം പുറപ്പെട്ടാൽ കുളി നിർബന്ധമാണ് എന്ന ഒരു അറിവ് ഇല്ലാത്തവന് ഇന്ദ്രിയം പുറപ്പെട്ടാൽ കുളിക്കണോ വേണ്ടേ എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ അത് പുറപ്പെടുമ്പോൾ ഒരു സുഖമനുഭവപ്പെടുകയും തെറിച്ചു പോകുന്ന രൂപത്തിൽ നമ്മൾ ഫുഖഹാക്കൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചത് കാണാം. അങ്ങനെ ഉള്ളതായ ആ ഇന്ദ്രിയം പുറപ്പെട്ടു കഴിഞ്ഞാൽ അവനക്ക് കുളി നിർബന്ധമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാരണം പറയുന്നത്, ഇത് പറയുമ്പോൾ പല ആളുകൾക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ നാണം വരാറുണ്ട്. അത് നാണിച്ച് നരകത്തിലേക്ക് പോകാമെന്നല്ലാതെ അത് ചോദിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാത്തതിൻ്റെ പേരിൽ പലരുടെയും കുളി ശരിയാകുന്നില്ല, വൃത്തിയാക്കൽ ശരിയാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അദാബ് എന്തിന് പറയണം? ഒരു ജനാബത്തുകാരൻ, ഒരു അശുദ്ധിക്കാരൻ, വലിയ അശുദ്ധിക്കാരൻ വീടിന്റെ അകത്തളങ്ങളിലുണ്ടെങ്കിൽ, ഒരു വിവാഹം കഴിച്ചു, നല്ല സുദിനമാണ്, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, പക്ഷേ കുളിക്കാൻ അറിയില്ല. ആ കുളിക്കാൻ അറിയാത്ത വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ കയറി വരികയില്ല. അല്ലാഹുവിന്റെ മാലാഖമാരാകുന്ന
റഹ്മത്തിന്റെയും ബറക്കത്തിന്റെയൊക്കെ മലക്കുകൾ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ വീട് സന്തോഷമുള്ളതും അഭിവൃദ്ധിയുള്ളതും ബറക്കത്തുള്ളതുമാകുന്നത്. ആ ബറക്കത്തുകൾ നഷ്ടപ്പെടാൻ എപ്പോഴും മലക്കുകളുടെ ലഅനത്ത് എന്തിനു പറയണം, ആ മലക്കുകളുടെ സാന്നിധ്യം പോലുമില്ലാത്ത വീടുകളായി, അകമ്പതിച്ചു പോകുന്ന വീടുകളായി, വീട്ടുകാരായി നമ്മൾ മാറാൻ പാടില്ല. പരിശുദ്ധ ദീൻ എല്ലാം വ്യക്തമാണ്. ഈ ദീനിന്റെ വശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ എത്തിപ്പെടുകയാണ്. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കാനുള്ളതല്ല. ഇസ്ലാം ദീനിന്റെ ഓരോ വിഷയങ്ങളും ഒരു കുട്ടി ജനിച്ചത് മുതൽ അവൻ മരിച്ച് ഖബറിലേക്ക് കൊണ്ടുവച്ച് ഖബറിൽ മറമാടിയതിനു ശേഷവും അവന്റെ പേരിൽ എന്തൊക്കെ ചെയ്യണം, അവൻ എന്തൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ദീൻ. ആ ദീനിൽ ഇസ്ലാം ഇവിടെ രേഖപ്പെടുത്തി വെക്കാത്ത ഒരു കാര്യവും ലോകത്തില്ല എന്നുള്ളതാണ്. മറ്റു മതങ്ങളെ പോലെയല്ല, ഇസ്ലാം എല്ലാം കൃത്യമാണ്. പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പുതിയ കാലത്ത് പുതിയതായ കാര്യങ്ങൾ കയറി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ചിന്തിക്കാത്ത പല മസലകളും മുന്നോട്ട് വരുമ്പോഴും അതിനും കാലെ കൂട്ടി അത് മനസ്സിലാക്കി ആലിമീങ്ങൾ, ഫുഖഹാക്കൾ അതിന്റെ നിയമവശങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമായി അല്ലെങ്കിൽ ഒരു മതം എന്നുള്ള രീതിയിൽ എല്ലാ വശങ്ങളെയും സ്പർശിച്ചു പോകുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മുസ്ലിമായ എനിക്കും നിങ്ങൾക്കും അത് മനസ്സിലാകണം. ഇസ്ലാം കൃത്യമായിട്ട് എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽ വെളിച്ചം പോലെ സോഷ്യൽ മീഡിയയും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും എന്ന് വേണ്ട ആപ്പുകളും, ഇനി നിസ്കാരം പഠിക്കാനാണെങ്കിൽ നിസ്കാരത്തിന് പ്രത്യേക ആപ്പുകളുണ്ട്, ഖുർആൻ പഠിക്കാനാണെങ്കിൽ ഖുർആന് പ്രത്യേക ആപ്പുകളുണ്ട്. ഇങ്ങനെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ രഹസ്യമായും പരസ്യമായും സമൂഹത്തോടു കൂടെ ഇരുന്നും പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുമ്പോ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ എനിക്കറിയില്ല, കുളിക്കാൻ എനിക്കറിയില്ല, ഒളുവെടുക്കാൻ എനിക്കറിയില്ല, നിസ്കരിക്കാൻ എനിക്കറിയില്ല എന്ന് പറയുന്നത് അത് ഒരു തരം വിഡ്ഢിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കൃത്യമായിട്ട് ആലിമീങ്ങൾ പറയുമ്പോ, ഫുഖഹാക്കൾ പറഞ്ഞത് എടുത്തുദ്ധരിക്കുമ്പോ കൃത്യമായി മദ്രസയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നൊരു ധാരണ വെച്ച് ചെയ്യാതെ കൃത്യമായിട്ട് ഈ കാലത്ത് നമുക്ക് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇൽമ നേടാനുള്ള വഴികളൊക്കെ മനസ്സിലാക്കി, യൂട്യൂബിൽ പാചകം ചെയ്യാൻ ഉമ്മമാര് സ്ത്രീകൾക്ക് വലിയ ആവേശമാണ്. യൂട്യൂബിൽ നോക്കി എല്ലാ പാചക രീതികളും പഠിച്ചു വെക്കുന്നു. അതേ ടൈലർ നടത്തുന്ന ആള് ആ ടൈലർ എങ്ങനെയൊക്കെയാണ് അടിക്കേണ്ടതെന്ന് പഠിച്ചു വെക്കുന്നു. കോഴ്സ് കച്ചവടം ചെയ്യുന്ന ആള് പലതരത്തിലുള്ള ഐഡിയാസുകൾ പഠിച്ചു വെക്കുന്നു. ഇങ്ങനെ നിഖില ജീവിതത്തിന്റെ ഭൗതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ വശങ്ങളെയും അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളെയും കൃത്യമായി സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി പഠിക്കുമ്പോ ഇതുപോലുള്ളതായ തർബിയ ഒരുക്കുന്ന ആത്മീയ മജ്‌ലിസുകളെ പോലെ, അതുപോലെ തന്നെ ഇൽമിന്റെ ചർച്ചകളെ പോലെയുള്ള വിഷയങ്ങളിൽ അതൊന്ന് വെറുതെ ഇങ്ങനെ നോക്കി പോകുന്നു എന്നല്ലാതെ അത് കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് നേരമുണ്ടോ? എങ്കിൽ മാത്രമാണ് നമ്മുടെ അമലുകൾ, നാം ചെയ്യുന്ന പരിശുദ്ധ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ അവൻ ക്ലിയറായൊരു മനുഷ്യനായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഇസ്ലാമിനെ, ദീനിന്റെ അല്ലെങ്കിൽ മതത്തിന്റെ നിയമങ്ങളെ വലിച്ചെറിയുമ്പോഴാണ് വലിയ പട്ടക്കിണറ്റിൽ പോയി ഓരോരുത്തരും വീഴുന്നത്. അവസാനം കൈകടിച്ചിട്ട് മരണാസന്നനാകുമ്പോ എന്റെ നിസ്കാരം ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ പ്രായമായി പള്ളിയിലേക്ക് വരുമ്പോ പള്ളിയിലെ ഉസ്താദ് പ്രസംഗിക്കുമ്പോഴാണ് എന്റെ ഫാത്തിഹ ശരിയായില്ല, എന്റെ കുളി ശരിയായില്ല, എന്റെ നിസ്കാരങ്ങൾ ശരിയായില്ല എന്ന് ചിന്തിക്കുന്നത്. മുഅ്മിനീങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത്, ആദ്യമായി നമ്മൾ ഇസ്ലാമിന്റെ ഓരോ നിയമവശങ്ങളും കൃത്യമായി പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ, ഏതെങ്കിലും മലപ്രദേശത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് മലപ്രദേശങ്ങളിൽ പോലും നെറ്റും സംവിധാനങ്ങളും ഇന്റർനെറ്റും എല്ലാം കിട്ടുമ്പോ അവിടെ സംവിധാനങ്ങളുണ്ട് പഠിക്കാൻ. പഴയ കാലത്തെ പോലെയല്ല, പുതിയ കാലത്ത് എല്ലാ സംവിധാനങ്ങളും അവിടെ എല്ലാ മേഖലയിലേക്ക് എത്തിപ്പെടുകയാണ്. ഇവിടെ എനിക്കറിയൂല എന്ന് പറയാൻ സാഹചര്യമില്ല. പള്ളിയിലേക്ക് ചെന്നാൽ ഉസ്താദുമാരുണ്ട്, മദ്രസയിലേക്ക് ചെന്നാൽ ഉസ്താദുമാരുണ്ട്, സോഷ്യൽ മീഡിയയിലേക്ക് ചെന്നാൽ പല നിലക്കുള്ള സുന്നി ആപ്പുകളുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോസുകളുണ്ട്, അതേ ഗൂഗിളിൽ ടെക്സ്റ്റുകൾ
കുട്ടികളുണ്ട്. ഇങ്ങനെ പഠിക്കാനുള്ള ഏത് സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. നമ്മൾ പഠിച്ചിരിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അതാണ് മുസ്ലിമിന്റെ ക്വാളിറ്റി. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്ന് മാത്രം. അശുദ്ധിയോടുകൂടി, അപ്പൊ അശുദ്ധിയുടെ വലിയ അശുദ്ധിയുടെ കാരണമാണിത്. ഈ രണ്ടാമത്തൊരു കാരണം അപ്പൊ സ്ഖലനമുണ്ടാകുക. രണ്ടാമത്തൊരു കാരണം യോനിയിൽ ഹഷ്ഫ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ആരും വൃത്തികേട് ആലോചിക്കേണ്ടതില്ല. ഇതെല്ലാം എല്ലാവരും ചെയ്യുന്ന വിഷയങ്ങളാണ്. പക്ഷേ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം, മനസ്സിലാക്കണം. അത് അറിഞ്ഞാൽ മാത്രമാണ്. ഒരല്പമെങ്കിലും പുരുഷന്റെ ലിംഗം സ്ത്രീയുടെ ലിംഗത്തിൽ പ്രവേശിപ്പിക്കുക, ഇതാണ് കുളി നിർബന്ധമാവുന്ന കാര്യം. അല്പമെങ്കിലും പ്രവേശിച്ചാൽ കുളി നിർബന്ധമാവുകയാണ്. സ്ഖലിക്കണമെന്നില്ല. കൂടുതലായിട്ട് അവർക്ക് അതിൽ പ്രവർത്തിക്കണമെന്നില്ല. മറിച്ച് അത് പ്രവേശിച്ചാൽ തന്നെ കുളി നിർബന്ധമാണ്. ഇത് ഏത് രക്ഷിതാക്കളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ? നാണക്കേടല്ലേ എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ളതായ വീഡിയോസിൽ കൃത്യമായി പറയുമ്പോൾ, അല്ലെങ്കിൽ വായിച്ച് പഠിക്കേണ്ട പുസ്തകങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കണം. മദ്രസയിൽ ചെറിയ പ്രായത്തിൽ ഇതൊന്നും മനസ്സിലാകാത്ത കുട്ടികളായിരിക്കും. വലുതായ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അത് കുളി നിർബന്ധമാവുന്ന കാര്യമാണ്. മറ്റൊന്ന്, സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഹൈള് രക്തം, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മെൻസസ് രക്തം എന്നാണ്. അതൊരു 9 വയസ്സിന് 16 ദിവസമുള്ളപ്പോൾ തന്നെ വരാം. അതിനു മുമ്പ് വന്നാൽ രോഗരക്തമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. 9 വയസ്സാകാൻ ഒരു കുട്ടിക്ക് 16 ദിവസമുള്ളോ അപ്പോഴാണ് ഈ രക്തം കാണുന്നതെങ്കിൽ അവിടെ കുളി നിർബന്ധമാണ്. ആ രക്തം മുറിഞ്ഞാൽ ആ പെണ്ണിന് കുളി നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് അപ്പോൾ മെൻസസ് സാധാരണ 6-7 ദിവസം ഓടിയാൽ 15 ദിവസം വരെ നിലനിൽക്കാം. 15 ദിവസം കഴിഞ്ഞ് ഈ പെണ്ണിന് രക്തം കാണുകയാണെങ്കിൽ ആ രക്തം ഹൈവല്ല, ഇസ്തിഹാലത്ത് എന്നാ പറയാ. അതായത് രോഗരക്തം എന്നാണ് പറയാ. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ രക്തം മുറിഞ്ഞു കഴിഞ്ഞാൽ, വന്നത് മുതൽ രക്തം മുറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ എന്ത് ചെയ്യണം? കുളിക്കാൻ, നിസ്കരിക്കാനോ ഖുർആൻ ഓതാനോ ഒന്നും പാടില്ല. മറിച്ച് കുളിക്കണം. ആ കുളി ശരിയാകണം. എത്ര ചെറുപ്പക്കാരികൾ ആർക്കാണ് ഈ കുളി ശരിക്ക് കൃത്യമായി അറിയുന്നത്? അതുകൊണ്ട് ഈ നിർബന്ധമായ കുളിയുടെ വിശദീകരണം കൃത്യമായി എല്ലാവരും മനസ്സിലാക്കി പഠിച്ച് ഇൻഷാ അല്ലാഹ് അവർ കൃത്യമായി ഇത് മനസ്സിലാക്കണം. ഇതനുസരിച്ച് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം മുഴുവനും വെറുതെയായി പോകുന്ന ഒരവസ്ഥയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ അതുപോലെ തന്നെ പ്രസവരക്തം, പ്രസവിച്ച ഉടനെ ഒരു സെക്കൻഡായിരിക്കാം, അല്ലെങ്കിൽ 40 ദിവസം, അല്ലെങ്കിൽ കൂടിയാൽ 60 ദിവസം രക്തം വരുന്ന സ്ത്രീകളുണ്ട്. ആ ദിവസത്തിലെ രക്തങ്ങൾ മുറിഞ്ഞു പോയാൽ ആ സ്ത്രീ കുളി നിർബന്ധമാണ്. നിർബന്ധമായിട്ടും ആ സ്ത്രീ കുളിക്കണം. അതുപോലെ ഷഹീദായ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരടിച്ച് മരിച്ച ബദറിലും ഉഹദിലും ഷഹീദായ ആളുകളിൽ ആ ഷഹീദായ ആളുകളെ കുളിപ്പിക്കൽ ഹറാമാണ്. അവർ കുളിപ്പിക്കാനോ കഫൻ ചെയ്യേണ്ടതില്ല. ആ ഡ്രസ്സിൽ തന്നെ അവരെ ഖബറടക്കുകയാണ് വേണ്ടത്. അവർ അള്ളാഹുവിന്റെ അടുക്കൽ രക്തസാക്ഷികളാണ്. അതാണ് ഷഹീദ് എന്ന് പറയുന്നത്. ആ ഷഹീദല്ലാത്ത മരിച്ച എല്ലാവരെയും, കത്തിക്കരിഞ്ഞ മയ്യത്താണെങ്കിൽ പോലും കുളിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ കുളിപ്പിക്കണം. കുളിപ്പിക്കൽ നിർബന്ധമാണ്. ഈ രൂപത്തിൽ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് കുളിക്കണമല്ലോ ഞാൻ കുളിക്കണമല്ലോ എന്ന് മനസ്സിലാകുന്നത്. ആ രീതിയിൽ എല്ലാവരും പ്രവർത്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കുളിക്കുന്ന ഒരു പെണ്ണ് ആർത്തവകാരിയാവട്ടെ, അല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട സ്ഖലനമുണ്ടാകും, അല്ലെങ്കിൽ ജനാബത്ത്, വെറുതെ വരുന്ന ജനാബത്തായാലും ഉറക്കത്തിൽ ചില ആളുകൾക്ക് സ്ഖലനമുണ്ടാകാറുണ്ട്. അപ്പോഴും ആ രാവിലെ എപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നമ്മുടെ ഗുഹ്യഭാഗങ്ങളൊന്ന് നോക്കണം. കാരണം എന്തെങ്കിലും ഉറക്കത്തിൽ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ, അതായത് സ്ഖലനമുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പൊ കുളി നിർബന്ധമാണ്. അപ്പൊ ആ കുളി, അത് കുളിക്കേണ്ട രീതി, അപ്പൊ അതിന്റെ നെയ്യത്തുകൾ, ആദ്യം ഏതൊരു കുളിയും നിർബന്ധമായ കുളി, നമ്മൾ സാധാരണ സ്കൂളിൽ പോകുന്ന കുട്ടികൾ കുളിക്കുന്ന കുളിയെ കുറിച്ചല്ല ഈ പറയുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഒന്ന് വേർത്തപ്പോൾ നമ്മൾ വെറുതെ വെള്ളം കോരി കുളിച്ചു, അതൊരു കുളിയല്ല. ആ കുളിയെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ നിർബന്ധമായ കുളിയാണ്. ഈ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം കുളിക്കേണ്ട കുളിയെ കുറിച്ചാണ്. ഈ കുളി കൃത്യമായിട്ട് കുളിച്ചില്ലെങ്കിൽ, വൃത്തിയായില്ലെങ്കിൽ അവന്റെ നിസ്കാരം ശരിയാകൂല. അവൻ ഖുർആൻ തൊടലുകൾക്ക് ഹറാമാണ്.
കുളിക്കാതെ ഒരുപാട് കാര്യങ്ങൾ ഹറാമുണ്ടല്ലോ. നിസ്കരിക്കാൻ പാടില്ലത് ഹറാമാണ്. കുളിക്കാതെ ചെയ്യൽ ഹറാമായ കാര്യങ്ങളൊന്നാണ് നിസ്കാരം. മറ്റൊന്ന് ഖുർആൻ ഓതലാണ്. അതുപോലെ തന്നെ ഖുർആൻ തൊടാൻ പാടില്ല. അതുപോലെ തന്നെ ഖുർആൻ ചുമക്കാൻ പാടില്ല. പള്ളിയിൽ പ്രവേശിക്കാനും താമസിക്കാനും പാടില്ല. ലൈംഗിക ബന്ധത്തിൽ അത് കുളിക്കാതെ ഹൈലിൽ നിന്ന് മെൻസസിൽ നിന്ന് ആ ടൈം കഴിയാതെ കുളിക്കാൻ പാടില്ല. അതും ഹറാമാണ്. ത്വലാഖ് ചെല്ലാൻ പാടില്ലതും ഹറാമാണ്. ഇങ്ങനെയുള്ള ഹറാമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ ഏത് നല്ല കാര്യങ്ങൾക്കും കുളി അത്യാവശ്യമാണ്. ആ കുളി ശരിയായില്ലെങ്കിലോ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിന്റെ നിസ്കാരം എത്രയാ ഇന്ന് നിലകൊള്ളുന്ന സഹോദരന്മാര് സഹോദരിമാര്? എന്റെ ജീവിതത്തിൽ ഭാര്യയുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്, കുളി ശരിയായോ? സ്ത്രീകൾ ചിന്തിക്കണം, ഭർത്താവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, കുളി ശരിയായോ? ഹൈദ് മെൻസസ് വന്ന ചെറുപ്പക്കാരികളില്ലേ, കുളി ശരിയായോ? നിഫാസ് വന്നവരില്ലേ, പ്രസവിച്ചവരില്ലേ, കുളി ശരിയായോ? ഈ കുളി ശരിയായില്ലെങ്കിൽ അവൻ ചെയ്യുന്നത് മുഴുവനും ഹറാം. വലിയ ഗൗരവത്തിലുള്ള വിഷയമാണ്, തമാശക്കെടുക്കേണ്ടതല്ല. അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ സെലക്ട് ചെയ്ത് പറയുന്നത്. അള്ളാഹു നന്മ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ കുളിയുടെ നെയ്യത്ത് നമ്മൾ പഠിച്ചു വെക്കണം. കുളിയിൽ ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ടത് നെയ്യത്താണ്. ഏത് കുളിക്കുന്ന പെണ്ണാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നെയ്യത്ത് വേണം. നെയ്യത്തില്ലാതെ ശാഫി മദ്ഹബിൽ ഒരു അമലും സ്വീകരിക്കൂലെന്നല്ലേ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ. നെയ്യത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യണം. കുളിക്കാൻ നിൽക്കുന്ന ആള് നെയ്യത്ത് വെക്കണം. ഇൻഷാ അല്ലാഹ് കുളിയുടെ പരിപൂർണ രൂപം ഞാൻ പറയുന്നതാണ്. അതിനു മുമ്പ് ഒരാൾ നെയ്യത്ത് പഠിച്ചു വെക്കണം. എന്താണ്? നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നെയ്യത്ത് വെക്കാം. അല്ലെങ്കിൽ വലിയ അശുദ്ധിയാണല്ലോ, വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുകയാണ്, കുളിയോടുകൂടി ഉയർത്തുകയാണ് എന്നൊരാൾക്ക് നെയ്യത്ത് വെക്കാം. സ്ത്രീകൾ ആർത്തവ കുളി കുളിക്കുന്നു, അല്ലെങ്കിൽ പ്രസവത്തിന്റെ കുളി കുളിക്കുന്നു എന്ന് നെയ്യത്ത് വെക്കാം. അല്ലെങ്കിൽ പ്രസവത്തിനാലുണ്ടായ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു, അല്ലെങ്കിൽ ആർത്തവത്തിനാലുണ്ടായ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് നെയ്യത്ത് വെക്കാം. എങ്ങനെ നെയ്യത്ത് വെച്ചാലും ഈ നെയ്യത്തുകളൊക്കെ സ്വീകാര്യമാണ്. എല്ലാ നെയ്യത്തും കൂടി വെക്കണ്ട. അപ്പോൾ ഒരു അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് പറഞ്ഞൊരു പുരുഷൻ കുളിക്കുകയാണ്. അപ്പൊ അവന്റെ കുളി തുടങ്ങുന്ന സമയത്താണ് നെയ്യത്ത് വെക്കേണ്ടത്. തലയിലേക്ക് വെള്ളമൊഴിക്കുമ്പോഴാണ് നെയ്യത്ത് വെക്കേണ്ടത്. കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാഗവും വെള്ളമെത്തണം. ശരീരത്തിന്റെ ചുക്കിച്ചുളുങ്ങിയ ഭാഗങ്ങളുണ്ടാകും, കക്ഷമുണ്ടാകും. അതുപോലെ തന്നെ കാലിൽ വിണ്ട് കീറിയ ഭാഗങ്ങളുണ്ടാകും. അതേ അരയിടുക്കുകളുണ്ടാകും. പല എല്ലാ മേഖലയിലും നമ്മൾ വെള്ളമെത്തി ഉറപ്പുവരുത്തണം. അപ്പോഴാണ് കുളിയാകുക. കുളി എന്ന് പറഞ്ഞാൽ അക്കല്ലായ ചെറിയ രൂപത്തിൽ കുളി എന്ന് പറഞ്ഞാൽ നെയ്യത്ത് വെച്ച് ശരീരം മുഴുവനും വെള്ളമൊലിപ്പിക്കുന്നതിനാണ് കുളി എന്ന് പറയുന്നത്. അത് ചെറിയ രൂപത്തിലാണ്, പരിപൂർണമായ രൂപമല്ല. ഈ നെയ്യത്ത് വെച്ച് ഒരാൾ തലയിൽ അല്ലെങ്കിൽ ഒരു പുഴയിൽ മുങ്ങിക്കുളിച്ചു. ഈ നെയ്യത്ത് വെച്ച് മുങ്ങിക്കുളിച്ചാൽ ശരീരം മുഴുവൻ അവന്റെ രോമങ്ങള്, പെണ്ണുങ്ങളുടെ മുടി കെട്ടിക്കൊടുങ്ങിയ മുടികള് എല്ലാ ഭാഗത്തും വെള്ളമെത്തി ഉറപ്പുവരണം. ആ രീതിയിൽ കുളിക്കുമ്പോഴാണ് കുളി ശരിയാകുന്നത്. അതെല്ലാം നഖത്തിന്റെ അടിയിൽ പോലും ചെളിയുണ്ടെങ്കിൽ അവിടേക്ക് വെള്ളമെത്തണം. ശരീരത്തിന്റെ ഏത് ഭാഗത്തും വെള്ളമെത്തണം. ആ വെള്ളമെത്തിയാലാണ് കുളി എന്ന് പറയുന്നത്. എവിടെയെങ്കിലും അതേ ചുണ്ണമുണ്ടായാൽ, എവിടെയെങ്കിലും പെയിന്റ് ഉണ്ടായാൽ, ഇന്നിപ്പം മൈലാഞ്ചിയുടെ കാലമാണ്. സുബ്ഹാനല്ലാഹ്, മദ്രസയിൽ വരുന്ന കുട്ടികളെ നമ്മൾ നോക്കുമ്പോ ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് മൈലാഞ്ചി ഇങ്ങനെ അടർന്നടർന്ന് പോവുകയാണ്. കറുത്ത കളറിലുള്ള മൈലാഞ്ചികൾ വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കൾ അത് ക്യാൻസർ ബാധിക്കാൻ കാരണമാണ്. കെമിക്കൽ കൂട്ടിയിട്ടുള്ള മൈലാഞ്ചി, ആ മൈലാഞ്ചി ഉണ്ടല്ലോ
ക്യാൻസർ പോലും കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് ചെന്ന് വയറിൽ ക്യാൻസർ വന്നവർ എത്രയാണ് ആളുകൾ അനുഭവം പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മൈലാഞ്ചി സുന്നത്താണെങ്കിൽ ആ സ്ത്രീകൾക്ക് വിവാഹം കഴിഞ്ഞവർക്കാണ് മൈലാഞ്ചി സുന്നത്ത്, അതല്ലാത്ത സ്ത്രീകൾക്ക് കറാഹത്തല്ലേ? ആ ഒരു മസ്അല പോലും അറിയാതെ ഏത് കല്യാണം ഉണ്ടായാലും മൈലാഞ്ചി ഇടുന്ന സ്വഭാവം സ്ത്രീകൾക്കുണ്ട്. ഇങ്ങനെ സ്ത്രീകൾ മൈലാഞ്ചി ഇടുമ്പോ ഇട്ടാൽ തന്നെയും കറാഹത്തല്ലേ വെച്ചിട്ട് അത് ഒഴിവാക്കലാണ് നല്ലത്. ഇനി ഇട്ടാൽ തന്നെ ആ ഇടുന്ന മൈലാഞ്ചി നമ്മുടെ പള്ളിപ്പറമ്പിൽ കാണുന്ന മൈലാഞ്ചിയില്ലേ, അതൊന്ന് അരച്ചിട്ടാൽ നല്ല മൈലാഞ്ചിയുടെ കളറും കിട്ടും, നല്ല മൈലാഞ്ചിയാകും. അതല്ലാതെ പല കൂട്ടുകളും ചേർത്ത് നമ്മൾ മൈലാഞ്ചി ഇടുമ്പോ ക്യൂടെക്സ് പോലെ, അതുപോലെ തന്നെ ശരീരത്തിലെ പെയിന്റായതുപോലെ പെയിന്റ് അടിച്ചതുപോലെയാണ്. അപ്പ ആ പെണ്ണിന് ജനാബത്തുണ്ടായാൽ, ആ പെണ്ണ് മെൻസസ് കുളിക്കുകയാണെങ്കിൽ, ആ പെണ്ണ് പ്രസവത്തിന്റെ കുളി കുളിക്കുകയാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ആ കുളി അവളുടേത് ശരിയല്ല. ഇത് രക്ഷിതാക്കൾ ചിന്തിക്കുന്നുണ്ടോ? ഉമ്മ പറയും, ഉമ്മയോട് പറയുന്നതൊക്കെ വാങ്ങിക്കൊടുത്ത് മുഖത്ത് വാരിത്തേച്ച്, ശരീരത്തിൽ വാരിത്തേച്ച്, ചുണ്ടിൽ വാരിത്തേച്ച് പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരികൾ ശ്രദ്ധിക്കണം. ഈ രൂപത്തിലല്ല ദീൻ പഠിപ്പിക്കുന്നത്, ഞാൻ ചുരുക്കുകയാണ്. ആ രീതിയിൽ ശരീരത്തിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. കുളിച്ചു കഴിഞ്ഞിട്ടാണ് സ്റ്റിക്കർ കണ്ടത്, ടാറ്റു ഒട്ടിക്കുന്ന കാലമാണ്. ഇങ്ങനെ സ്റ്റിക്കറുകൾ കണ്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചുണ്ണാമ്പ് കണ്ടാൽ വീണ്ടും കുളിക്കൽ നിർബന്ധമാണ്. അവളെ വെള്ളം തട്ടിയിട്ടില്ല. അതുകൊണ്ട് സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നവർ, അതുപോലെ മൈലാഞ്ചി ഇടുന്നവർ, ക്യൂടെക്സ് ഇടുന്നവർ, അതുപോലെ ഫെം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയില്ല. അത് മുടി ചോപ്പിക്കുന്ന ഒരു സാധനമാണ്. ആ ഫെം ഉപയോഗിക്കുന്നവർ, അതുപോലെ മുടി കറുപ്പിക്കുന്ന പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, പ്ലഗ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെ പലരും കണ്ണിനും ശരീരത്തിനും അതുപോലെ തന്നെ മുടികൾക്കും ചായം കൊടുക്കുന്നവർ. ഇതൊന്നും വെള്ളം തട്ടുകയില്ല. ആ മുടിയിൽ വെള്ളം തട്ടാത്തോടത്തോളം കാലം നിന്റെ കുളിയും ശരിയല്ല, നിന്റെ നിസ്കാരം ശരിയല്ല, ഇബാദത്തൊന്നും ശരിയല്ല. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ. ഈ അടുത്തൊരു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഡൈ ചെയ്ത മയ്യത്താണ്. അതേ താടിയിലും തലയിലും കറുത്ത ചായം കൊടുത്തിട്ട് എത്ര കഷ്ടപ്പെട്ടു മയ്യത്ത് കുളിപ്പിക്കാൻ. പല സാധനങ്ങൾ ഒരച്ചേയിട്ടും കറുപ്പ് പോകുന്നില്ല. ആ മാരി അതുപോലെയുള്ളതായ കറുപ്പ് ചായങ്ങളാണ് വിപണിയിൽ വരുന്നത്. അത്രയും കെമിക്കൽ ഉപയോഗിച്ച് തലയിൽ, അതേ വയസ്സായെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്റെ തല നരച്ചുപോയി എന്ന് പറയുന്നതിന്റെ പേരിലാണ്. ഈ രൂപത്തിൽ എന്നെ പ്രായം തോന്നിക്കോ എന്ന് തോന്നിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഡൈ ചെയ്യൽ ഹറാമാണ്. അത് മലക്കുകൾക്ക് ദേഷ്യമാണ്, മലക്കുകൾക്ക് ഇഷ്ടമില്ലാത്തതാണ്, മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്തതാണ്. ഏത് നല്ല ദിവസങ്ങളിലും മഹാന്മാരുടെ ദുആയിൽ അവർക്ക് സ്ഥാനമില്ലാത്തതാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, എല്ലാവരും അത് കാണണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പറഞ്ഞു വരുന്നു, ഇതൊന്നും ശരീരത്തിലുണ്ടാകാൻ പാടില്ല. ശരീരം മുഴുവനും വെള്ളപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. നഗ്നനായിക്കൊണ്ട് കുളിക്കാൻ പാടില്ല. കുളിക്കുമ്പോൾ നഗ്നത മറച്ചുകൊണ്ട് കുളിക്കണം. ഒരാൾ രാത്രി നഗ്നനായി കുളിച്ചാൽ അവനിക്ക് ഭ്രാന്ത് വരുമെന്നാണ്. അപ്പൊ കുളിമുറിയിൽ കുളിക്കുക, ഇപ്പോൾ മറയോടുകൂടി കുളിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറയോടുകൂടി അല്ലാതെ നഗ്നത ഒഴിവാക്കി കുടിക്കല് ഹറാമാണ്. മറയോടുകൂടിയാണ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, വലിയ മദ്ഹബിന്റെ ഇമാമിങ്ങൾപ്പെട്ട മഹാനാണ്, വലിയ സൂഫി വൈദ്യനാണ്, വലിയ ആലിമാണ്, ഒരുപാട് ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടുള്ള മഹാനാണ്. ഒരവസരം അതേ ജിജില എന്ന് പറയുന്ന നദിയിൽ കുളിക്കാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ ചെന്നപ്പോൾ അതേ കുളിക്കാനുള്ള മുണ്ടില്ല. ഉടനെ അഹ്മദ് ഇബ്നു ഹംബൽ ചെയ്തത്, അല്ലാഹ്, ഞാൻ ഈ ജനങ്ങൾ കാണുന്ന ഈ പുഴയുടെ, ഈ നദിയുടെ തീരത്ത് ഏതെങ്കിലും ആളുകൾ ഇങ്ങോട്ട് വന്നാൽ എന്റെ ശരീരം കാണുമല്ലോ, ഔറത്ത് കാണുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ സുബ്ഹാനല്ലാഹ് ചരിത്രം പറയുകയാണ്, ആ ഡ്രസ്സിട്ട് കുളിച്ചു എന്നാണ്.
ആ ഡ്രസ്സിട്ട് കുളിച്ചു എന്നാണ്. കണ്ടില്ലേ, പരിശുദ്ധ ഇസ്ലാം അപ്പോഴും ശരീരത്തിന് പ്രൊട്ടക്ഷൻ നൽകി. ഒരാളും അവരവരുടെ അവയവങ്ങളെ കാണിക്കാൻ പാടില്ല, ഉറപ്പ് കാണിക്കാൻ പാടില്ല. ഇന്ന് തുണി മടുക്കുന്നു കുത്തി നടക്കുന്നവരാണ്, അവരൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ കാണിക്കുന്ന സ്ത്രീകളാണ്. കുളിക്കുമ്പോ പോലും ഔറത്ത് മറച്ച് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു അതേ ചരിത്രം പറയുന്നു, ആ ഡ്രസ്സങ്ങ് ഊരിയില്ലതിട്ട് കുളിച്ചു. എങ്ങനെയാണ് ഔറത്ത് വെളിവാക്കുക? അത് ശരിയല്ലോ, നബി പഠിപ്പിച്ചിട്ടില്ലല്ലോ. അങ്ങനെ കുളിച്ചതിന് ശേഷം ഇനി ഉണങ്ങണ്ടേ പ്രിയപ്പെട്ടവരെ, ആ ഡ്രസ്സ് ഉണങ്ങാണ്ട് പോകാൻ പറ്റും ആളുകളുടെ കയ്യിൽ. അങ്ങനെ അവിടെ തന്നെ ഇരിക്കുന്ന സമയത്ത് ഉറക്കം ബാധിച്ചു എന്നാണ്. അങ്ങനെ വലിയ നല്ല വെയിൽ വന്ന ശരീരത്തിന്റെ ഡ്രസ്സുകളൊക്കെ ഉണങ്ങി ഉടനെ അഹ്മദ് ഇബ്നു ഹംബൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉറക്കത്തിൽ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണുകയാണ്. അഹ്മദേ, ദീന്റെ 4/1 ഭാഗത്ത് പൂർത്തീകരിച്ചു പോയി കേട്ടോ. അങ്ങനെ ആശീർവാദങ്ങൾ നേടിയെന്ന് ചരിത്രം പറയാൻ. കണ്ടില്ലേ, അപ്പൊ നമ്മള് നഗ്നത വെളിവാക്കി കുളിക്കാൻ പാടില്ല. ഇനി ജനാബത്തുള്ള ശുദ്ധിയുള്ള പെണ്ണുങ്ങളോ പുരുഷന്മാരോ ആണെങ്കിൽ രാത്രി സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ തന്നെ വളു എടുത്തു ഉറങ്ങൽ പ്രത്യേകം സുന്നത്താണ്. ഇനി ഭക്ഷണം കഴിക്കുന്നവരാണ് ജനാബത്തുള്ളവരെങ്കിലും അവിടെ ഭക്ഷണം കഴിക്കുമ്പോഴും വളു എടുക്കൽ പ്രത്യേകം സുന്നത്താണ്. കുളിക്കുന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ പാടില്ല. വസ്വാസ് എന്ന് പറയുന്ന ഒരു രോഗം വരും. എന്റെ നിസ്കാരം, എന്റെ വളു ശരിയായോ എന്നിങ്ങനെ ചിന്തിക്കുന്ന ഒരു രോഗമാണ് വസ്വാസ്. ആ വസ്വാസ് വന്നാൽ വലിയ പ്രയാസമാണ്. അതുപോലുള്ള രോഗങ്ങളൊക്കെ വരാൻ കാരണമാണ്. അതുകൊണ്ട് നല്ല വൃത്തിയോടുകൂടി ബാത്റൂമിനായാലും പുറത്താണെങ്കിലും കുളിയായിട്ട് കുളിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി കുളി നിർബന്ധമായ കുളിക്കുന്നൊരു രൂപം പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുളിക്കാൻ നിൽക്കുമ്പോൾ കിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ട് കുളിക്കാൻ നിൽക്കണം. അപ്പോൾ ബാത്റൂമിലാണെങ്കിൽ പോലും. പക്ഷേ നഗ്നമായി കുളിക്കുകയാണെങ്കിൽ കിബിലയിലേക്ക് തിരിയരുതെന്ന്, അതൊരു അദബ് കേടാണ്. തുണിയില്ലാതാണ് ഒരാൾ കുളിക്കുന്നതെങ്കിൽ കിബിലയിലേക്ക് തിരിയാൻ പാടില്ല. അത് കിബിലയിലേക്ക് തിരിഞ്ഞ് മൂത്രിക്കാനോ വിസർജിക്കാനോ പാടില്ല എന്നല്ല. അതുകൊണ്ട് അതേ സ്ഥാനത്ത് നഗ്നത മറിച്ച് വൃത്തിയായിട്ട് കുളിക്കാൻ നിൽക്കണം. അങ്ങനെ കുളിക്കാൻ നിൽക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ അഊദു ബിസ്മിയൊക്കെ ചൊല്ലണം. കിബിലയിലേക്ക് തിരിഞ്ഞ് അഊദു ബിസ്മിയൊക്കെ ചൊല്ലി നമ്മളെ ശരീരത്തിലെ അഴുക്കുള്ള എല്ലാ അഴുക്കുകളും ആദ്യം നീക്കം ചെയ്യും, വൃത്തിയാക്കണം. കക്ഷവും അതുപോലെ ഗുഹ്യഭാഗങ്ങളും അതുപോലെ കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗങ്ങളും വിരലുകളും എല്ലാം വൃത്തിയാക്കി ആദ്യം ആ ഭാഗത്തൊന്ന് തേച്ചൊരച്ച് വൃത്തിയാക്കിയിട്ട് വേണം കുളിക്കാൻ. കാരണം കുളിയുടെ ഇടയിൽ ചെളി കളഞ്ഞിട്ട് കുളിക്കുമ്പോൾ അവിടെ വെള്ളം പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ ആദ്യം തന്നെ അത് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ കുളിക്കാൻ നിൽക്കുമ്പോൾ മൂത്രമൊഴിക്കുന്ന ജനാപത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് മൂത്രമൊഴിക്കൽ പ്രത്യേകം സുന്നത്താണ്. കാരണം ആ മനി അല്ലെങ്കിൽ ആ ഇന്ദ്രിയൊക്കെ ഒന്ന് ഉള്ളത് പോകാൻ വേണ്ടി മൂത്രമൊഴിക്കുന്നതൊക്കെ സുന്നത്താണ്. അപ്പൊ അഥവാണ് കുളിക്കുന്നതിന് മുമ്പ് അത് ചെയ്യണം. പിന്നെ പരിപൂർണമായൊരു വുളു എടുക്കണമെന്നാണ്. വുളു എടുത്തുകൊണ്ട് അതുപോലെ തന്നെ രോമങ്ങളുടെ ഭാഗങ്ങളൊക്കെ കൃത്യമായി കഴുകണം. വായ, മൂക്ക് പോലെയുള്ളതൊക്കെ വൃത്തിയാക്കണം. അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷമൊക്കെ നമ്മൾ കുളിക്കാൻ നിൽക്കുമ്പോൾ പരിപൂർണമായ വുളു എടുക്കണം. വുളു എടുത്തതിന് ശേഷം നെയ്യത്ത്, വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് പറഞ്ഞ് തലയിലേക്കാണ് ആദ്യം നമ്മൾ വെള്ളമൊഴിക്കേണ്ടത്. ആ തലയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നെയ്യത്ത് മനസ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ തലയിലൂടെ വെള്ളമൊഴിച്ച് പിന്നെ വലതുഭാഗത്ത് വെള്ളമൊഴിക്കലാണ് സുന്നത്ത്, ഇടതുഭാഗത്ത് പിന്നീട് വെള്ളമൊഴിക്കലാണ് സുന്നത്ത്. ആ രൂപത്തിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളമൊഴിച്ച് വൃത്തിയാക്കണം. അങ്ങനെ വൃത്തിയാക്കി എല്ലാ ഭാഗത്തും വെള്ളമെത്തി നമ്മുടെ താടിയുടെ രോമങ്ങളൊക്കെ പിക്കവറ്റി കഴുകണം. ഗുഹ്യഭാഗങ്ങളൊക്കെ സ്ത്രീകളാണെങ്കിലും സ്ത്രീകളെ ഇരുന്നു കൊണ്ട് വൃത്തിയാക്കി, അതുപോലെ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കി എല്ലാ ഇടങ്ങളിലേക്കും വെള്ളമെത്തി എന്ന് ഉറപ്പുവരുത്തണം. നഖത്തിന്റെ ഇടയിലേക്ക്, മൂക്കിലേക്ക്, എല്ലാ ഭാഗങ്ങളിലേക്കും, ചെവിയുടെ അടിഭാഗത്തേക്ക്, അങ്ങനെ മുടി കട്ട കുത്തിയ ഭാഗങ്ങളിലൊക്കെ പരമാവധി ശ്രദ്ധിച്ച്
കൃത്യമായി വെള്ളമെത്തിയെന്ന് ഉറപ്പാക്കി അങ്ങനെ ഒരു കുളി കുളിക്കണം. അങ്ങനെ 3 പ്രാവശ്യം കഴുകിയാൽ അത് പരിപൂർണമായ കുളിയായി. എന്നിട്ട് വുളുവിന് ശേഷമുള്ള ദുആ, കണ്ണും കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദുആ ചെയ്ത് കൃത്യമായിട്ട് കുളിക്കുന്ന ഒരു കുളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അറിവനുസരിച്ച് കുളിക്കാനും നമ്മുടെ അമലുകളൊക്കെ കുറ്റമറ്റതാക്കാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. കുളി ശരിയാവാത്ത വീടുകളിലേക്ക് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവില്ല എന്നുള്ള ഗൗരവമായ ഒരു അറിയിപ്പ്, അല്ലെങ്കിൽ അതുപോലെ നിസ്കാരങ്ങളോ ഇബാദത്തുകളോ ശരിയാകൂല. ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലൊക്കെ വെറുതെയാണ്. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരികൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഈ രൂപത്തിൽ ദീൻ ഉൾക്കൊണ്ട് ദീൻ മുറുകെ പിടിച്ചുള്ള ജീവിതം നയിക്കാൻ തൗഫീഖിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുന്നു. അള്ളാഹു എല്ലാവർക്കും ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.